ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ആചാരങ്ങൾ ക്ഷേത്രവിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ക്ഷേത്രാചാരങ്ങളുടെ ശാസ്ത്രീയത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ രാഷ്ട്രീയ പ്രസംഗം നടക്കുന്ന പോലെ അതുപോലെ നടത്തുന്ന പ്രസംഗമല്ല ക്ഷേത്രാചാരത്തെ സംബന്ധിച്ചിട്ടുള്ളത്. നമസ്കാരം. ആചാരങ്ങൾക്ക് കാലാനുസൃത മാറ്റങ്ങൾ വേണം എന്ന ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗഭാഗം വിവാദമാക്കുകയാണ് BJP. സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ഉദയനിധിയുടെ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ മുൻ കേന്ദ്രമന്ത്രി വ്യാഖ്യാനിച്ചത്. ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രം അഴിക്കണം എന്ന നിബന്ധനയ്ക്കും മാറ്റം വേണം എന്ന സച്ചിദാനന്ദ സ്വാമിയുടെ നിർദ്ദേശത്തെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയും ചെയ്തു. ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം കൂടിയാണ് ഇപ്പോൾ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. നമുക്ക് പരിശോധിക്കാം അനാദികാലത്തേക്കോ ആചാരങ്ങൾ. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വിഷയം ചർച്ച ചെയ്യാൻ രണ്ട് അതിഥികളാണ് ന്യൂസ് ഈവനിങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത്. സാമൂഹിക നിരീക്ഷകനായ ശ്രീ സണ്ണി എം കബിക്കാട്, അതോടൊപ്പം തന്നെ സാമൂഹിക നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ. അനാദികാലത്തേക്ക് നിൽക്കേണ്ടതാണോ ആചാരങ്ങൾ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ശിവഗിരി മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആചാരങ്ങളെക്കുറിച്ച്, ഹിന്ദു സനാതനധർമ്മത്തെക്കുറിച്ച് പറയാനും ആചാരങ്ങളെക്കുറിച്ച് പറയാനും മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യമാണ് വി മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം നമ്മുടെ ചർച്ചയുടെ ഭാഗമാകുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ സണ്ണി എം കബിക്കാട്, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ സണ്ണി എം കബിക്കാട്, വലിയ സാമൂഹിക മാറ്റങ്ങൾക്കും അനാചാരങ്ങൾക്കും അതോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മയ്ക്കുമൊക്കെ എതിരെ പടപൊരുതി പുതിയ നവങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ കേരളം പരുവപ്പെട്ടത്. ഇപ്പോൾ 24 വൈക്കം സത്യാഗ്രഹമായാലും 36 ക്ഷേത്രപ്രവേശന വിളംബരമായാലും ഗുരുവായൂരിലെ വസ്ത്രധാരണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായാലും അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ അതാത് സാമൂഹിക സാഹചര്യങ്ങൾ, ആ കാലഘട്ടം ആവശ്യപ്പെട്ട പരിവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നൊരു പുരോഗമന സമൂഹം എന്ന നിലയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പുരോഗമന സമൂഹത്തിൻ്റെ വേദിയിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജാതി മതാതീതമായ ഒരു ആത്മീയതയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച ഗുരുദേവനെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഈ ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രങ്ങൾ മാറ്റുന്ന ഒരു നിബന്ധന ഇപ്പോഴും പല ആരാധനാലയങ്ങളുണ്ട്, അതിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക ഇടപെടലായി പരിഗണിക്കാമെന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? എത്രത്തോളം രാഷ്ട്രീയമായി കൂടി പ്രസക്തിയുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ ഭാഗങ്ങൾ? മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവിനെ പോലെ കേരളീയ സമൂഹത്തെ അടിസ്ഥാനപരമായി തന്നെ മാറ്റിയെഴുതുവാൻ, പൊളിച്ചെഴുതുവാൻ പരിശ്രമിച്ച ഒരു മനുഷ്യൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നൊരു സമയത്ത്, ഒരു കോണ്ടെക്സ്റ്റിൽ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ധാരണയുള്ള ഏതൊരാളും പറയുന്ന ന്യായമായ കാര്യമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ആചാരങ്ങൾ കാലാനുസൃതമായി, വളരെ സൂക്ഷിച്ച് ആണ് ആ വാക്കുകൾ ഉപയോഗിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം എന്നാണ്. അത് പരിഷ്കരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് വളരെ പെട്ടെന്ന്. അതായത് അമ്പലത്തിനകത്തുള്ളവർ തീരുമാനിക്കും, ആചാരങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ തീരുമാനിക്കും, ആചാരങ്ങൾ എങ്ങനെ വേണം, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നറിവുള്ളവർ അത് തീരുമാനിക്കും.
പുറത്തുള്ളവരാരും അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് പെട്ടെന്നുണ്ടായ മറുപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം. നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്ന ഈ ആചാരങ്ങൾ അത് ഹിന്ദു മതത്തിലെന്നല്ല, ഏതു മതത്തിലെ ആയാലും ഇനി മതത്തിൽ പെടാത്തതായാലും ആചാരങ്ങൾ നിത്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ബാലപാഠമറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആചാരങ്ങൾക്കകത്തല്ല കേരളീയ സമൂഹം ഇപ്പോൾ ജീവിക്കുന്നത്. തികച്ചും ഭിന്നമായ ജീവിതമാണ് അവർക്കുള്ളത്. ഇത് ഉണ്ടായി വന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലമായി അങ്ങ് പരിണമിച്ചു വരുന്നതല്ല, സാമൂഹികമായ ഇടപെടലിലൂടെയാണ് ഉണ്ടാവുന്നത്. എനിക്ക് ഈ സനാതനധർമ്മത്തിനു വേണ്ടി മാറ്റമില്ലാതെ ആചാരങ്ങൾ നിലനിൽക്കണം എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ആചാരം പൊളിഞ്ഞാൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച പല ആചാരങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ലോകത്തിപ്പോഴും മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമതൊരു കാര്യം, നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇത് മാറ്റണോ വേണ്ടയോ എന്ന് അമ്പലത്തിൻ്റെ അകത്തുള്ളവർ തീരുമാനിക്കും, പൂജ അറിയാവുന്നവർ തീരുമാനിക്കുമെന്നൊക്കെ. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാറ്റം പൂജ അറിയുന്നവർ മാറ്റിയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ബ്രഹ്മചാരി മാറ്റിയതായിട്ട് നിങ്ങൾക്കറിയാം? ശ്രീനാരായണ ഗുരു ഒഴികെ ഈ അമ്പലത്തിൽ പൂജ നടത്തിയവരോ സനാതനധർമ്മത്തിനു വേണ്ടി വാദിച്ചവരോ അല്ല ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അവർക്ക് വെളിയിലുള്ള മനുഷ്യരാണ്. നമ്മളറിയണം, 600 ദിവസത്തിലധികമാണ് വൈക്കത്തെ ജനാവലി ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിലൂടെ നടക്കാൻ ശ്രമിച്ചത്. അതല്ലാതെ ഒരു നൈഷ്ഠിക ബ്രാഹ്മണനുമല്ല അവിടെ സമരം ചെയ്ത് ഈ വൈക്കം ക്ഷേത്രം ഇപ്പോൾ എല്ലാവർക്കും പ്രവേശിക്കാവുന്നൊരു ഇടമാക്കി മാറ്റിയത്. അതൊരു വലിയ കാര്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മനുഷ്യാവകാശം സ്ഥാപിക്കുന്ന ശക്തികളാണ് ആചാരങ്ങളെ പരിഷ്കരിച്ചത്. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ഈ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ മാറണമെന്നതിൽ ഇത്ര വലിയ വിളറിയൊന്നും പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ കാരണം ഇവർ സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ച്, സമൂഹത്തിൻ്റെ പരിണാമത്തെ സംബന്ധിച്ച് തികഞ്ഞ അജ്ഞരാണ്. ഒരു പ്രധാന കാര്യം നമ്മൾ നോക്കണം. EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വൈക്കത്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹങ്ങൾ, മഹാരാജാവിനോട് ചെന്ന് അഭ്യർത്ഥിച്ചിട്ട് ശത്രു സംഹാര ഹോമം നടത്തി EVRയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച മണ്ടന്മാരാണ് ആ മനുഷ്യർ. അവരല്ല കേരളത്തെ പരിഷ്കരിച്ചത്. അത്തരം മണ്ടത്തരങ്ങൾ നമ്മൾ ഇനി വിളമ്പരുത്. നമ്മുടെ മുന്നിൽ അനേകം അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെങ്കിലും മുൻനിർത്തി നമ്മൾ ഗൗരവമായി ഈ സാമൂഹ്യ പരിഷ്കരണം എന്ന കാര്യത്തെ കാണണം. ഇതൊരു മതവികാരത്തെയും വ്രണപ്പെടുത്തുന്ന കാര്യമേ അല്ല. മറിച്ച് നമ്മൾ കൂടുതൽ മാനവികമായൊരു സമൂഹമായി മാറണം. അതാകണമെന്ന് ആഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെയും വർണ്ണാശ്രമധർമ്മത്തെയും ജാതി വിലക്കുകളെയും ജാതി നിയമങ്ങളെയും എല്ലാം ലംഘിക്കണമെന്ന അഭിപ്രായമുള്ള ആളായിരുന്നു. അതിലൂടെ മതേതരമായ ഒരു മാനവികത രൂപപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നൊരു ദിവസം മലയാളി യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട കാര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മുഖ്യമന്ത്രി ഇന്നവിടെ പ്രസ്താവിച്ചത്. അതിങ്ങനെ എന്തോ ഹിന്ദുമതം തകരാൻ പോകുന്നു, ഹിന്ദുത്വം തകരാൻ പോകുന്നു, സനാതനധർമ്മം തകരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഈ പറയുന്നവർ മനസ്സിലാക്കണം. സനാതനധർമ്മം തകരേണ്ടതാണെന്ന് വിചാരിക്കുന്ന വലിയ സാമൂഹിക ശക്തികളും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഇത് വേണമെന്ന് പറയുന്നവർ മാത്രമല്ല, വേണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഇവിടെ. ഈ വേണമെന്ന് പറയുന്നവർക്ക് അതുകൊണ്ട് സാമൂഹികമായ സുരക്ഷയും അധികാരവും ഉണ്ട്. ഇതില്ലാത്തവർ അത് വേണ്ടെന്നാണ് പറയുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ശരി ശരി ശ്രീ സണ്ണിയം കവിക്കാട് ഞാൻ വരാം. ശ്രീ രാഹുലേശ്വർ, പ്രസ്താവനയിൽ ശ്രീ രാഹുലേശ്വർ, ഈ ക്ഷേത്ര ആചാരങ്ങളാകട്ടെ വിശ്വാസ പ്രമാണങ്ങളാകട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ആശയധാരകളാകട്ടെ വിശ്വാസ രീതികളാകട്ടെ ഇതൊക്കെ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക്
നമ്മൾ വിധേയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പാകതയുള്ള സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി മാറിയെന്നല്ല, പക്ഷേ പുരോഗമന സ്വഭാവമുള്ള പാകതയുള്ള, നേരത്തെ ശ്രീ സണ്ണി എം കബിക്കാട് പറഞ്ഞതുപോലെ മതത്തിനും ജാതിക്കുമൊക്കെ ഉപരിയായി മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന പുതിയ ആശയധാരകളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗുരുദർശനങ്ങൾക്കും ഗുരുദേവനും പ്രാധാന്യം കിട്ടുന്നത് മതാതീതമായ ഒരു സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് ഗുരു നൽകിയിട്ടുള്ള ദർശനങ്ങളും മാനവികത എന്ന ആശയത്തിൽ ഊന്നി വേണം മുന്നോട്ട് പോകാൻ, അതാണ് വഴിവിളക്കാവേണ്ടത് എന്ന് ഗുരു പഠിപ്പിച്ച പാഠങ്ങളുമാണ്. ആ സ്മരണ പുതുക്കുന്ന വേദിയിൽ ഇരുന്നു കൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഇത് സനാതന ധർമ്മത്തിൻ്റെ വക്താവായി അല്ലെങ്കിൽ പ്രയോക്താവായി ഗുരുവിനെ തട്ടിയെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. മതത്തിൻ്റെ ഒരു മത നേതാവെന്ന നിലയിലല്ല, മതാതീതമായ മാനവികതയെക്കുറിച്ച് സംസാരിച്ച ഒരു പ്രവാചകൻ എന്ന നിലയിൽ വേണം ഗുരുവിനെ നമ്മൾ സമീപിക്കാനെന്ന്. അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം മുൻപ് പ്രസംഗിച്ച സ്വാമി പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞ ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രം അടിക്കുന്ന നിബന്ധന അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാൽ അതൊരു സാമൂഹ്യ ഇടപെടലായി കണക്കാക്കുമെന്ന്. അതിനോട് പ്രതികരിക്കേണ്ട രീതി വി മുരളീധരൻ പ്രതികരിച്ച രീതിയാണോ? മറ്റു വിശ്വാസ പ്രമാണങ്ങളിൽ ഇത് നടക്കുമോ? ഇത് ആരാണ് പിണറായി വിജയൻ ഇത് പറയാൻ എന്ന ചോദ്യം കൊണ്ടാണോ ഈ ആശയങ്ങളെ നേരിടേണ്ടത്? ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ ഒരു വക്താവാണോ എന്ന ചോദ്യം പ്രസക്തമല്ല. ശ്രീനാരായണ ഗുരുദേവനാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്ന് പറയുന്ന കാലത്തിനതീതമായി നിൽക്കുന്ന, എല്ലാ കാലത്തുമുള്ള നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ആൾരൂപമാണ് നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ. അല്ലെങ്കിൽ ഗാന്ധിജി പോലും ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്ന, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ പറയുന്നത് നമ്മൾ എല്ലാം നായന്മാരും ഈഴവരും നമ്പൂതിരിമാരും പുലയരും ഒക്കെയാണ്, പക്ഷെ ഇന്ന് നമ്മളെല്ലാം ശ്രീനാരായണീയരാണ് എന്നാണ് മഹാനായ മന്നത്ത് പത്മനാഭൻ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ഒരു പ്രയോക്താവല്ല, ശ്രീനാരായണ ഗുരുദേവനാണ് സനാതനധർമ്മം എന്ന കാര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിക്കുന്ന, ശിവഗിരിയിൽ വിശ്വസിക്കുന്ന, ഗുരുദേവ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ആർക്കും യാതൊരു സംശയവുമില്ല. അതായത് എല്ലാ മതത്തിനും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാറുന്ന കുറെ കാര്യങ്ങളുണ്ട്, മാറാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ മാറാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഉദാഹരണം ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം, ഇതൊക്കെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആണ്. എന്നാൽ മാറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സൂപ്പർഫിഷ്യൽ ആണ്, പെരിഫറൽ ആണ്, അല്ലെങ്കിൽ ഉപരിപ്ലവമാണ്. ആ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാറിക്കോട്ടെ, പക്ഷെ അത് മാറ്റുന്നത് ആരാണ്? അത് മാറ്റുന്നത് മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും തൈക്കാട് അയ്യാഗുരുവും അല്ലെങ്കിൽ ശുഭാനന്ദ ഗുരുദേവനും വൈകുണ്ഠസ്വാമിയും പണ്ഡിറ്റ് കറപ്പനും അടക്കമുള്ള നമ്മുടെ ഗുരുപരമ്പരകളാണത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ സാമൂഹിക നേതാക്കളാണ് മാറ്റേണ്ടത്. അങ്ങനെ മാറ്റുന്നതിനോട് പൂർണ്ണമായും യോജിപ്പേ ഉള്ളൂ. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞൊരു അഭിപ്രായത്തോട് എന്റെ അഭിപ്രായം പറയാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ പോലൊരു പണ്ഡിതൻ പറയുമ്പോൾ നമ്മളെല്ലാം കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിച്ചൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ രാഷ്ട്രീയക്കാരാണോ ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടത്? രാഷ്ട്രീയക്കാരാണോ അമ്പലത്തിനോ പള്ളിക്കോ ഉള്ളിലെ കാര്യങ്ങൾ മാറ്റേണ്ടത്? ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്? നേരത്തെ ചോദിച്ചു, ഈ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീനാരായണ ഗുരുദേവൻ 44 അമ്പലങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ഗണപതി, ദേവി, ഭഗവതി, ശാരദാദേവി, കണ്ണാടി പ്രതിഷ്ഠ, ലാമ്പ് അടക്കം, സത്യം, ധർമ്മം, നീതി അടക്കം 44 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ ഇടപെട്ടോട്ടെ, രാഷ്ട്രീയക്കാരാണ് അഭിപ്രായം പറയേണ്ടതെന്ന് താങ്കൾ ചോദിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് പിന്നെ ആരാണ്? അതായത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിഘാതം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സമന്മാർ, തുല്യത എന്ന് പറയുന്ന അടിസ്ഥാന, താങ്കൾ പറഞ്ഞതുപോലെ ഭരണഘടനാ ആശയങ്ങൾക്ക് എതിരെ നിൽക്കുന്നതോ ഒക്കെയായ കാര്യങ്ങളാണെങ്കിൽ ആരാണ് പിന്നെ അതിൽ അഭിപ്രായം പറയേണ്ടത്? അമ്പലത്തിനോ പള്ളിക്കോ ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഉള്ളിലുള്ള കാര്യമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ വിശ്വാസികളാണ്, വിശ്വാസി നേതൃത്വമാണ്, ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള വ്യക്തികളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ സമൂഹത്തിന്റെ ഒരു ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ പിന്നോക്ക സമൂഹക്കാരെ, അതായത് നമ്മുടെ അന്ന് ദളിതർ ഹരിജനങ്ങളായ സമൂഹക്കാരെ അവിടെ കയറ്റുന്നില്ല. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ട് പോലും അവർ കയറ്റാത്തൊരു അവസരം ഉണ്ടായി. അപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണടക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കരച്ചിൽ വരികയും അപ്പം മഴ പെയ്യുകയും ചെയ്തു. അവർ ശ്രീനാരായണ ഗുരുദേവനോട് പറഞ്ഞു 1 വർഷം കഴിഞ്ഞാൽ കയറ്റാമെന്ന്.
അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ കരഞ്ഞപ്പോൾ പ്രകൃതിയിൽ മഴയുണ്ടായി എന്നും, ഒരു വർഷം കഴിഞ്ഞല്ലോ, അതായത് വർഷം എന്ന് പറഞ്ഞാൽ മഴയെന്നും കൂടെ അർത്ഥമുണ്ട്, ഒരു വർഷം കഴിഞ്ഞല്ലോ, ഇനി എല്ലാവരെയും കയറ്റാം എന്ന് ഗുരുദേവനും പറയുന്നുണ്ട്. അപ്പം ഗുരുദേവനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, രമണ മഹർഷിയെ പോലുള്ള ഒരുപാട് പേർ, നേരത്തെ സന്നയം കവിക്കാട് ബ്രാഹ്മണരെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പോ എല്ലാ സമൂഹത്തിൽ നിന്നുമുള്ള ആൾക്കാർ നമ്മുടെ മഹത്തരമായ നവോത്ഥാനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ വിശ്വാസികളായിരുന്നു. ഒരു നിരീശ്വരവാദിയുമല്ല ഈ നാട്ടിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. നിരീശ്വരവാദികളല്ല, വിശ്വാസികൾ തങ്ങളുടെ ഇടയിലുള്ള തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വിവേകാനന്ദ സ്വാമികളെ പോലെ വിശ്വാസികളാണ് ഇവിടെ വന്ന് നമ്മുടെ ജാതീയതയ്ക്കെതിരെ പറഞ്ഞത്. നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറയുന്നത് കാവ്യുടുത്ത സന്യാസിയായ, ഹിന്ദു സന്യാസിയായ, ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനമുള്ള ഒരു വിവേകാനന്ദനാണ്. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം വിവേകാനന്ദ സ്വാമി ആകട്ടെ, ക്രിസ്ത്യൻ മുസ്ലിം സമൂഹത്തിലെ പരിഷ്കാരത്തിന്റെ അല്ലെങ്കിൽ പരിവർത്തനത്തിന്റെ ആൾക്കാരാകട്ടെ, വിശ്വാസികളാണ്. ഉള്ളിൽ നിന്നാണ് മാറ്റം വരേണ്ടത്. വിശ്വാസികളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നിരീശ്വരവാദികൾക്ക് അഭിപ്രായം പറയാം, യുക്തിവാദികൾക്ക് അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാം. രാഹുൽ, ഇപ്പോഴും താങ്കളുടെ ഈ വിഷയത്തിൽ ഒരു നിലപാട് എനിക്ക് ആ രീതിയിൽ ഒരു ക്ലാരിറ്റിയിൽ വന്നില്ല. അതായത് താങ്കൾ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് ഇപ്പൊ പെരിഫറലായി മാറേണ്ട കാര്യങ്ങളുണ്ട്, അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാറുക തന്നെ വേണമെന്ന് താങ്കൾ പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമികളുടെ അഭിപ്രായമാണ് താങ്കൾക്കുള്ളതെന്ന് പറഞ്ഞു. അതായത് ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രം എന്ന നിബന്ധന ആ അർത്ഥത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാം എന്ന അഭിപ്രായമാണ് ശ്രീ രാഹുൽ ഈശ്വറിനുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. സച്ചിദാനന്ദ സ്വാമി, അതാണ് ഞാൻ പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമികൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ ഒരു അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിരുന്നാലും ഒരു അഭ്യർത്ഥന, അതായത് അമ്പലത്തിലെ ആചാരങ്ങളുടെ ഭാഗമായി പുരുഷന്റെ നെഞ്ചിലെ ചക്രത്തിലാണ് എനർജി സ്വീകരിക്കപ്പെടുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. സ്ത്രീകളുടെ നെറ്റിയുടെ ഇടയ്ക്കുള്ള ചക്രത്തിലാണ് സ്വീകരിക്കപ്പെടുന്ന വിശ്വാസമുണ്ട്. അങ്ങനെ താന്ത്രികപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സച്ചിദാനന്ദ സ്വാമി നമ്മുടെ എല്ലാം ആദരിക്കുന്ന വ്യക്തിയാണ്. ശിവഗിരിയിൽ ഓണത്തിന് പോകാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ കാല് തൊട്ട് ആചാരനായി കരുതുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ രാഹുൽ ഈശ്വർ അല്ല, തന്ത്രിമാരുണ്ട്, മേൽശാന്തിമാരുണ്ട്, പൂജാരിമാരുണ്ട്. സച്ചിദാനന്ദ സ്വാമിജിയെ പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ലെഗസിയിൽ വരുന്ന ഒരാൾ പറയുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഇവരെല്ലാം കൂടെ. നമ്മുടെ ശബരിമല, ഗുരുവായൂർ, ആറ്റുകാൽ അടക്കമുള്ള പല അമ്പലങ്ങളിലും വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ വേദങ്ങൾ പഠിക്കാനും വേദങ്ങളിലെ വേദജ്ഞാനം എന്താണെന്ന് അറിയാനും തത്വങ്ങൾ എന്താണെന്ന് അറിയാനും സർവ്വതാ യോഗ്യരായിട്ടുള്ളവർ ബ്രാഹ്മണന്മാരാണ് എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നല്ലോ. അല്ല, ബ്രഹ്മജ്ഞാനികളാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. അവരെ ഇപ്പം വേദവ്യാസൻ, ഈ വേദങ്ങൾ ക്രോഡീകരിച്ച വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ്, സത്യവതിയുടെ മകനാണ്. അപ്പൊ വേദവ്യാസൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാൽമീകി ഭിൽ സമുദായത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഷെഡ്യൂൾ ട്രൈബാണ് വാൽമീകി. മുക്കുവത്തിയുടെ മകനാണ് നമ്മുടെ വേദവ്യാസൻ. അപ്പൊ ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താനാണ് ബാബാ സാഹേബ് അംബേദ്കറും മഹാത്മാഗാന്ധിയും വിവേകാനന്ദ സ്വാമിയും ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ചരിത്രത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, ജാതിയുടെ പേരിലും ജാതീയതയുടെ പേരിലും തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നും അത് പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. സച്ചിദാനന്ദ സ്വാമികൾ അടക്കമുള്ള ഒരു ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഇതര വിശ്വാസധാരകളുമായി താരതമ്യം ചെയ്ത് വേണമോ ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്നൊരു ചോദ്യമുണ്ട് രാഹുൽ. അനാദികാലത്തേക്കോ ആചാരങ്ങൾ എന്ന ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ സണ്ണി എം കവിക്കാടും ശ്രീ രാഹുൽ ഈശ്വരുമാണ്. ശ്രീ സണ്ണി എം കവിക്കാട്, ഈ അമ്പലങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരുത്തലോ മാറ്റങ്ങളോ ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകൾക്ക് തുടക്കമിടാനോ രാഷ്ട്രീയക്കാർ ആരാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് എങ്ങനെ അത് കഴിയും? അത് ഈ വിശ്വാസി സമൂഹവും ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ആണ് അതിൽ അഭിപ്രായം പറയേണ്ടത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ കാഴ്ചപ്പാട്. അതൊരു പുതിയ കാഴ്ചപ്പാടൊന്നുമല്ല. എല്ലാ കാലത്തും ഈ സനാതന ധർമ്മം നിലനിൽക്കണമെന്നുള്ള മറവിൽ ബ്രാഹ്മണ്യാധികാരത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. രാഹുൽ ഇതെല്ലാം കൂടി മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്നൊരു സ്റ്റാൻഡ് എന്നത് കേൾക്കുന്ന ആൾക്കൊട്ടും വ്യക്തമല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് രാഹുൽ എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് കൂടി ഞാൻ പറയുന്നത്, കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ താങ്കൾ പറയും, എന്താണ് താങ്കളുടെ നിലപാടെന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പറയുന്നൊരു വിശ്വാസമനുസരിച്ച് പുരുഷൻ്റെ നെഞ്ചിലാണത്രേ ചക്രം, അങ്ങനെയാണ്, അതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഷർട്ട് ഊരിക്കേ പറ്റൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. എനിക്ക് രാഹുലിനോട് ചോദിക്കാനുള്ളത്, 1921 തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വരി ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന നായർ സ്ത്രീയുടെ ബ്ലൗസ് ഊരി വെപ്പിച്ചു അമ്പലത്തിൽ നിന്നിറങ്ങി വന്ന ആൾക്കാർ. ബ്ലൗസ് ഊരി വെച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു സ്ത്രീകളുടെ നെറ്റിയിലാണത്രേ കേന്ദ്രം. പിന്നെ എന്തിനായിരിക്കും ആ സ്ത്രീയുടെ ബ്ലൗസ് അവർ ഊരിപ്പിച്ച് വെച്ചത്?
അതോ താങ്കൾ പറയുന്ന ഈ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങൾ 1921 ശേഷം എഴുതിയ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഉണ്ടായി വന്നാണോ? ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഓരോരോ അവസരങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെട്ടത് ആചാരം നടത്തിക്കൊണ്ട് പോയവരാലല്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരു പാഠമില്ല. എവിടെയാണുള്ളത്? വൈക്കം സത്യാഗ്രഹത്തിന് ധീരമായി നേതൃത്വം കൊടുത്ത EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദ പദവി മനുഷ്യാവകാശ സമരത്തിനൊരു തടസ്സമായിരുന്നില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശമെന്ന് വിശ്വാസികളാണെന്ന് പറയുന്നവർ ചോദിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. അതായത് ഇവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും, മുഖ്യമന്ത്രിയും ഭരണഘടനയും ഞങ്ങൾക്ക് ബാധകമല്ലെന്നുള്ള വെല്ലുവിളിയാണ് ഇവർ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു രാഷ്ട്രത്തിലെ പ്രജകളും ഇവിടുത്തെ പൗരന്മാരും ഇവിടുത്തെ ഒരു ഭരണഘടന അനുസരിക്കുന്നവരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിലുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും ഭരണഘടനാ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങളതിനെ എപ്പോഴും പ്രതിരോധിക്കുന്നത് വിശ്വാസം എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് നിങ്ങളുടെ ഈ അവ്യക്തതയുടെ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ പറയുന്നത് പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ഹിന്ദു ദേവാലയങ്ങളായാലും ഇതെല്ലാം അതിനകത്തുള്ള ആൾക്കാർ തീരുമാനിച്ച് പരിഷ്കരിക്കട്ടെ എന്നാണ്. ഇത് ചരിത്രത്തിൽ എവിടെയാണ് അതിനൊരു തെളിവുള്ളത് അങ്ങനെ പരിഷ്കരിച്ചത്? ശരി, ഞാൻ വരാം. ശ്രീ സണ്ണി എം കബിക്കാട് ഞാൻ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഈ വിഷയത്തിലെ നിലപാടിൽ അവ്യക്തതയുണ്ട് എന്നത് ശ്രീ സണ്ണി എം കബിക്കാടിന്റെ അഭിപ്രായം മാത്രമല്ല, എൻ്റെ കൂടി അഭിപ്രായമാണ്. ശ്രീ ഗോപീകൃഷ്ണൻ, എവിടെയാണ് അതിൽ അവ്യക്തത? അതായത് വിശ്വാസികളാണ് ഇത് പരിഷ്കരിക്കേണ്ടത്. ഇപ്പം വൈക്കം ആരൊക്കെയാണ്? മഹാനായ EV രാമസ്വാമി നായ്ക്കരെ ബഹുമാനമേ ഉള്ളൂ. പക്ഷേ വൈക്കത്തിന് നേതൃത്വം നൽകുന്നത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിയും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള ആൾക്കാരാണ്. വിശ്വാസിയായ യഥാർത്ഥ ഹിന്ദു സന്യാസിയായ മഹാത്മാഗാന്ധിയാണ് വൈക്കത്തേക്ക് വരുന്നത്. നമ്മുടെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നുപോലും മഹാത്മാഗാന്ധി മഹാരാജാവിനോട് ചെന്ന് പറയുകയും, മഹാരാജാവെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഈ അൺടച്ചബിലിറ്റി ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി എന്ന ഒരു സന്യാസി ചെന്ന് സംസാരിക്കുകയും മഹാരാജാവിന് വലിയ, അല്ലെങ്കിൽ അന്ന് കുട്ടി കൂടിയായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തിരുമനസിന് വലിയ മാറ്റം ഉണ്ടാകുകയും ചെയ്യുകയാണ്. അപ്പം കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ ആരെയും ആരെയും അധിക്ഷേപിക്കാതെ ആരും മോശക്കാരാക്കാതെ പരിവർത്തനത്തിന്റെ പോസിബിലിറ്റി ഉണ്ട്. അവിടെയാണ് വൈക്കത്താണെങ്കിലും EV രാമസ്വാമി നായ്ക്കർ വന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വലിയ സ്വാധീനവും ചെലുത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ആരാധനാലയങ്ങളിലെ മേൽവസ്ത്രം എന്നത് ഒരു ഊരണം എന്ന നിബന്ധന എടുത്തു കളയേണ്ടതാണ് എന്ന അഭിപ്രായം ആണോ രാഹുലിന്? അതല്ല, അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ ആചാരങ്ങളുടെ ഭാഗമായി തുടരേണ്ടതാണ് മാറ്റമില്ലാതെ എന്നാണോ? ഇത്തരം കാര്യങ്ങൾ ആചാരങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ നൂറ്റാണ്ടായി നമ്മൾ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നാളെ നിങ്ങളെല്ലാം ഷർട്ട് ഇടണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ശബരിമലയിൽ നമുക്കെടുക്കാം. ശ്രീ ഗോപീകൃഷ്ണൻ ശ്രദ്ധിച്ച് കാണും, പലപ്പോഴും ഈ ഷർട്ട് ഇട്ട് വന്ന് തൊഴുന്ന ഒരുപാട് പേരെ നമ്മൾ കാണും, കറുപ്പും ഉടുത്തു വരുന്നവർ കാണും. പക്ഷേ ഗുരുവായൂർ അങ്ങനെയല്ല, വളരെ നിഷ്കർഷയുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിഷ്കർഷയുണ്ട്. അപ്പോൾ ഓരോ അമ്പലത്തിലും ഓരോ രീതികളാണ്. ഇതിനെ എല്ലാം ഒരു ഹോമോജിനൈസ് ചെയ്യാനോ ഏകവൽക്കരിക്കാനോ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അവിടെയാണ് സച്ചിദാനന്ദ സ്വാമികളുടെ നിലപാടും അഭിപ്രായവും നമ്മുടെ ഗുരുതുല്യമാണ്, നമ്മളെല്ലാം കേൾക്കേണ്ടതാണ്. എന്നാൽ ഓരോ അമ്പലത്തിന്റെയും തീരുമാനം അവിടുത്തെ തന്ത്രിമാർക്ക് എടുക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ അടക്കം തീരുമാനം. അതായത് തന്ത്രിയാണ് ഒരു അമ്പലത്തിലെ റിച്വലിസ്റ്റിക് കാര്യങ്ങളുടെ പരമാധികാരി. അതാണ് സുപ്രീം കോടതിയുടെയും പൊസിഷൻ. കാര്യം ഓരോ അമ്പലവും, രാഹുൽ പറഞ്ഞതുപോലെ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വത്തിനും കൊച്ചി ദേവസ്വത്തിനും ഒക്കെ ഈ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാവുന്നതാണ്. കാരണം അവിടെയൊക്കെ തന്നെ ഈ സർക്കാരിന് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാവുന്നതുമാണ്. അല്ല, അത് കോടതി ചലഞ്ച് ചെയ്യപ്പെട്ട പ്രശ്നമോ? കാര്യം കോടതിയിൽ, ഉദാഹരണം ഞാൻ പ്രാക്ടിക്കലി അങ്ങേക്ക് ഓർമ്മയുള്ള ഒരു കാര്യം പറയാം. ചുരിദാർ ഇട്ടുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ കയറാമെന്ന് അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. ഞങ്ങളടക്കം ശക്തമായ പ്രക്ഷോഭം നയിക്കുകയും അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു. കോടതി അടക്കം നമ്മളെ സപ്പോർട്ട് ചെയ്തു. കാര്യം ചുരിദാറിനോട് എതിർപ്പൊന്നും ഉണ്ടായിട്ടല്ല. കാര്യം സ്വന്തം അധികാരം ഉറപ്പിക്കാൻ ഒരു ആചാരം മാറ്റി ഇനി ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ മുമ്പോട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പരിഷ്കരണവാദത്തിന്റെ കപട മുഖം
മുഖംമൂടി അടിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ശബരിമല കാലത്ത് നമ്മൾ കാണുകയുണ്ടായി. എന്ത് പറ്റി? അവസാനം സുപ്രീം കോടതിയുടെ 4-1 വെർഡിക്റ്റാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ തീക്ഷ്ണത കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞത്, ജനാധിപത്യമായ രീതിയിൽ മറികടന്നത്. അതുകൊണ്ട് വിശ്വാസികളെ കൂടെ വിശ്വാസത്തിലെടുക്കണം. അവിടെയാ പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞാൽ ഞങ്ങളെല്ലാം കേൾക്കാൻ വളരെ സന്തോഷപൂർവ്വം തയ്യാറാകും, പക്ഷേ അത് വിശ്വാസിയായി നിന്ന് പറയണം, അവിശ്വാസിയായി നിന്നുകൊണ്ടല്ല. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഏതായാലും ചർച്ചയുടെ സമയം പൂർത്തിയായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇത് ഈ ഒരു അരമണിക്കൂർ ചർച്ചയിൽ പൂർത്തിയാക്കാൻ പറ്റുന്നൊരു വിഷയമല്ല എന്ന ബോധ്യം എനിക്കുമുണ്ട്. നമുക്കറിയാം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പരിസരത്തെവിടെയും ഒരു വിഭാഗം ജനതയ്ക്ക് കടന്നു കയറാൻ എത്താൻ പറ്റാത്ത ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. അതെല്ലാം കടന്നാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ആധുനിക പുരോഗമന സമൂഹം എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളിൽ കാലോചിതമായ പരിവർത്തനങ്ങൾ, അത് ഒരു വിപ്ലവകരമായ മാറ്റമാണെങ്കിൽ അത് കാലോചിതമായി തന്നെ നടക്കും എന്ന് നമുക്ക് കരുതാം. അത് മറ്റേതെങ്കിലും ഒരു മതവികാരത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കരുതാം. ഏതായാലും ഇതിൽ കൂടുതൽ ചർച്ചകൾ ഇനി ഉണ്ടാകും. ശ്രീനാരായണ ഗുരുവിനെ ഒരു തട്ടിയെടുക്കാൻ വേണ്ടി മത നേതാവാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനെതിരെ ജാഗ്രത വേണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയ സ്വഭാവമുണ്ട്. അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാകുന്നു.